എന്നാലേ ഒരു കാര്യം ചെയ്യടാ. നമ്മുടെ കോളേജില്ലേ അത് ഗ്രൗണ്ട് സൈഡിലൊരു മുളങ്കാടുണ്ടല്ലേ, അങ്ങോട്ട് വിളിച്ചോണ്ട് വാ. എനിക്ക് എന്തെങ്കിലും കാര്യം പറയണ്ടെന്ന് പറഞ്ഞാൽ മതി. കൊണ്ടുവരുമ്പോൾ നെഞ്ചാങ്കൂട് നോക്കി 2 എണ്ണം, അതോടെ തീരും അവൻ്റെ എല്ലാ പ്രശ്നവും. എന്താ എന്താ പ്രശ്നം? എന്തുവാ? കേശുവിന് അടി ഉണ്ടാക്കാൻ പോന്നു. ആരോടെ? എവിടെ? കോളേജില്. கேசு வேண்டாம் கேசு, இந்த அடிபிடி எல்லாம் ரொம்ப தப்பு. உனக்கு தெரியுமா, மதுரையில நான் நிறைய குண்டகளோட வாழ்க்கையை பார்த்திருக்கேன். ஒருத்தனுக்கு கை இல்ல, வேறொருத்தனுக்கு கால் இல்ல, வேறொருத்தனுக்கு செவி இல்ல. இப்படி எல்லாம் பண்ணாத, தப்பு. കേശുടാ അടി ഉണ്ടാക്കണ്ട. കേശുടാ അടി ഉണ്ടാക്കണ്ട. എന്ത് എന്തിനുണ്ടാക്കണ്ടെന്ന്? അടി ഉണ്ടാക്കണ്ട. നിനക്കൊക്കെ എന്ത് പ്രശ്നം ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാണ്. നില്ല്. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ ആരാണ് അടി ഉണ്ടാക്കാൻ പോയത്? ഞാൻ അടി ഉണ്ടാക്കാൻ പോയടി കുരിപ്പേ. അമ്മൂമ്മ ഇവിടെ ആണെന്നല്ല പ്രശ്നം. ഞാൻ ഇവിടെ ഫോൺ വിളിച്ചോണ്ടെന്ന് നിങ്ങൾ എന്തൊക്കെയോ തലയും പാലും കേട്ട്. കോളേജിലൊരുത്തൻ ഭയങ്കര പ്രശ്നം. അവനെ ഒന്ന് വാണിംഗ് കൊടുക്കാൻ വേണ്ടി, ഒന്ന് താക്കീത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരുത്തിന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അല്ല, കേശുടെ കോളേജിലുള്ള ആരെയോ തല്ലാനുള്ള പരിപാടിയാ. கேசு എന്റെ പൊന്നമ്മൂമ്മ, ഞാൻ ഒരു പരിപാടിക്കും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ പ്രശ്നം ഇങ്ങോട്ട് വന്ന് കാരണമുണ്ട്. അപ്പൊ പ്രശ്നത്തെ പേടിച്ച് ഞാൻ വീടിന് പുറത്തു പോലും ഇറങ്ങാറില്ല. கேசு அப்படின்னா பரவாயில்ல, அல்ல சண்டை போட்டுனா தவறு. ஏய், நீ ரொம்ப நல்லா படிக்கிற பையன் தானே? நீ படிச்சு ரேங்க் எல்லாம் வாங்கி நல்ல ஜாப் எல்லாம் எடுத்து முன்னேற வேண்டாமா? കനകാന്റി, കേശുടെ സ്വഭാവമൊക്കെ മാറി. അതുകൊണ്ട് റാങ്ക് വായിക്കുന്ന കാര്യം സംശയമുണ്ട്. റാങ്ക് മേടിക്കുന്ന കാര്യത്തിൽ സംശയം ഉണ്ടെന്നാ അത് ഞാൻ പറഞ്ഞാൽ മതിയോ? കേശു, നീ ഈയിടെ മൊത്തത്തിൽ കുഴപ്പമാ. എവിടെ വരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കേശുവേട്ടനെ അമ്മമ്മ നോട്ടം ഇട്ടിട്ടുണ്ട്. ചേട്ടൻ അറിയാലോ അമ്മമ്മയുടെ സ്വഭാവം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? പിന്നെ ആട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട്. கேசு, இதுதான் தப்பு. நீ கோவப்படுறது தான் உனக்கு எல்லாமே பிரச்சனை வருது. ஏய், நம்ம மறுபடியும் மதுரை மீனாட்சி கோவில்ல போய் உன்னை பிரார்த்தனை பண்ண வைக்கிறேன். அப்ப எல்லாமே சரியாயிடும். പോണില്ലേ? எதுக்கு? സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ടക്കനെ പോയാലാണല്ലോ പതിവ്. நான் போக மாட்டேன், இங்கே நிப்பேன். നീ പോണില്ലേ? രണ്ടെണ്ണമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. നോക്കിയോ, 2 ഞാൻ എടുത്തോളാം കേട്ടോ. 3 ഉണ്ടാക്കണി നോക്കണേ. பார்த்து தான் போறேன். பார்த்து போறது எனக்கு நல்லா தெரியுது. எங்கேயோ நினைப்பு. ചേച്ചി, ചേച്ചിയല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഞാൻ പണ്ട് വീട്ടിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. ശിവാനിയുടെ ഫ്രണ്ടാണോ? അല്ല, കേശുവിന്റെ ഫ്രണ്ടാ. ഓ, കേശുവിന്റെ ഫ്രണ്ടാ. അല്ല, ഈ ഫ്രണ്ട്സ് കുറെ പേര് വീട്ടിൽ വരാറുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. പേരെന്തായിരുന്നു പറഞ്ഞേ? ഹരിത. ഹരിത അല്ലേ? ഇവിടെ അടുത്ത താമസം? അല്ല, അവിടെ അടുത്ത് വല്യമ്മയുടെ വീടാ. അവരെ വീടിന്റെ അടുത്ത് ഒരു അമ്പലത്തിൽ പൂജ നടക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെയാണോ താമസിക്കണേ? ആ, നമ്മളാ പഴയ പാറമട വീട്ടിൽ തന്നെ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടെ ഇല്ലാന്ന്. ഞങ്ങൾ എവിടെ പോരാ, ഞങ്ങളിപ്പോ ഇവിടത്തൊക്കെ തന്നെ. ലച്ചു ചേച്ചിക്ക് ഒരു മാറ്റവും ഇല്ല. അതേ കണ്ണ്, അതേ മൂക്ക്, അതേ ചുണ്ട് ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്. എല്ലാരും പറയാറുണ്ട്. കഴിഞ്ഞോ അമ്പലത്തിലെ പൂജയും പരിപാടിയൊക്കെ കഴിഞ്ഞോ? അപ്പൊ തിരിച്ചു പോവാ? ഇന്ന് പോവും. അല്ല, എന്താ ഇത്ര ധൃതി? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ? വല്യമ്മ പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. പക്ഷെ പോയിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. ആണല്ലേ? എന്നാ പിന്നെ നടക്കട്ടെ. കണ്ടുകാര്യം ഞാൻ കേശുവിന്റെ അടുത്ത് പറയാട്ടാ. ശരി ചേച്ചി. ഓ, കേശു വീട്ടിലുണ്ടോ? ആ, അവൻ വീട്ടിലുണ്ട്. എന്തേ? അവൻ വലുതായോ? വലുതായോ എന്ന് ചോദിച്ചാ വലുതായി, പക്ഷെ ബുദ്ധി വളർന്നിട്ടില്ല. ഒന്ന് കാണാൻ പറ്റുമോ കേശുവിനെ? അല്ല, മോളല്ലേ പറഞ്ഞേ പോയിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്നൊക്കെ. അതല്ല, ഇനി അടുത്ത തവണ വരുമ്പോ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അറിയില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. നമുക്ക് അടുത്ത തവണ കണ്ടാ പോരെ? കാലം പോണ പോക്കല്ലേ. ഇന്ന് തന്നെ കാണണമെന്ന് നിർബന്ധ?
ആ അവനെ കണ്ടിട്ട് കുറെ നാളായി. 10 കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല. ആണല്ലേ? എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക്. അവൻ വീട്ടിലുണ്ടാവും. പോവാം. എന്നാ ബാ, നടന്നു. പച്ചക്കറിയും പിടിക്കാം. അയ്യോ വേണ്ട, ഞാൻ പിടിച്ചോളാം. നടന്നു. ദൈവമേ, നടന്നു. ഓരോ വള്ളിയും വരുവാണല്ലോ. ഞാൻ സൂത്രം ഉണ്ടാക്കി തരട്ടെ? എനിക്ക് ചിത്രം മതി. ചിത്രം വരച്ച് വരച്ച് ഞാൻ മടുത്ത്. ഞാൻ സൂത്രം ഉണ്ടാക്കി തരാം. എനിക്ക് അറിയത്തില്ല. അല്ലേ അമ്മ എന്നെ എടുക്ക്. വാ എടുക്ക. ഒന്നാമത് അമ്മ നടന്ന് ക്ഷീണിച്ചാണ് വന്നത്. എന്നെ ആരെങ്കിലും എടുക്കുന്നു പറഞ്ഞ ഞാൻ ഇരിക്കണേ. ചേച്ചി ഇത്ര ഓടുന്നു അമ്മ? ഇത്ര പെട്ടെന്ന് വരണ്ടായിരുന്നോ? ഇതാരാ? ഇത് വലിയൊരു കഥയാ. ഈ വരാനുള്ളത് വഴി തങ്ങൂല്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, മോളെനിക്ക് വഴിയിൽ വെച്ചാണല്ലോ കിട്ടിയത്. അപ്പൊ ഇങ്ങോട്ടാണല്ലോ. അപ്പൊ വരാനുള്ളത് വഴി തങ്ങി അങ്ങനെ പറഞ്ഞത്. കേശോ ഇങ്ങ് വാ, ഒരാളെ കാണിച്ചു തരാം. എടാ കേശു, നിനക്കിന് മനസ്സിലായില്ലേ? മോനെ ആ പേരെന്ന് പറഞ്ഞു കൊടുക്ക്. ഹരിത. എടാ ഹരിത. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ കളിത്തോഴി നീ. മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ. ഹരിത, അയ്യോ ഇതിനെവിടെ കിട്ടി? അല്ല, ഇതിനെ എവിടുന്ന് കണ്ടു കിട്ടി? ഇത് ഞാൻ ആ അയ്യപ്പൻ അമ്പലത്തിന്റെ അവിടെ നിന്ന് വഴിക്കേ ആ വഴിയിൽ വെച്ചിട്ട് ലച്ചു ചേച്ചി എന്ന് പറയും ബാക്കിൽ നിന്നൊരു വിളി. ആ വിളി കേട്ടല്ലേ? ചേച്ചിന്ന് വിളിച്ച ആരെങ്കിലും വിളി കേൾക്കുമല്ലേ? ഇതിവിടെ അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അല്ല, ഹരിത വന്നതല്ലേ, ഹരിതോ അവരൊക്കെ ഇരിക്കുകയല്ലേ, അപ്പൊ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അല്ലേ എന്നിങ്ങനെ പറയായിരുന്നു ഹരിത. ഹായ് അമ്മൂമ്മ, ബാക്കില് എന്റെ അമ്മൂമ്മ. ഇത് അമ്മൂമ്മ, ഇത് കനകാന്റി. ഇതാരാ? ഇതോ? ഇത് കേശുവിന്റെ പഴയ ഒരു സ്കൂൾ ഫ്രണ്ടാ. സ്കൂൾ ഫ്രണ്ട്. എന്നാലും കേശുള്ള സമയം കൊള്ളാം. ട്രെയിനിന്റെ ബോഗി വരുന്ന പോലെ ആൾക്കാരിങ്ങനെ വരുന്നത്. ട്രെയിനിന്റെ ബോഗിയൊക്കെ എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഈയിടെയായിട്ട് ഇവന്റെ കുറച്ച് സ്കൂളിലെ അല്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. അല്ലടാ, ഒള്ളി ഗേൾ ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സ് ആരും ഇല്ല. അങ്ങനൊന്നും ഇല്ലല്ലോ. ചീനു വരാറുണ്ടല്ലോ. ചീനു വരാറുണ്ട്. ഹരിതയ്ക്ക് സുഖമല്ലേ? ആ സുഖം തന്നെ. മോള് എവിടെ താമസിക്കുന്നേ? അമ്മൂമ്മ, ഞാൻ ആദ്യം ഇവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നെ, പിന്നെ വരാപ്പുഴ എന്ന സ്ഥലത്തേക്ക് മാറി. അത് അമ്മൂമ്മേ, ഹരിതയുടെ ആരുടെ വീടായിരുന്നു? വല്യമ്മ. ആ, വല്യമ്മയുടെ വീട് ഇവിടെ അടുത്തുണ്ടേ. അപ്പൊ അവിടെ വന്നതാ കൊച്ചി. അപ്പൊ അവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ കൂടാന്ന് വെച്ച്. ആരും വല്ലാത്ത അതിശയായി പോയി കേട്ടോ ഇത്. അതെ, തീരെ പ്രതീക്ഷിക്കാത്തവരെ കടുപ്പിച്ച് വന്ന് കേറുവാണല്ലേ കേശു? തീരെ പ്രതീക്ഷിക്കാത്തവരെ കടുപ്പിച്ചു വന്ന് കേറാന്നോ? എന്താ ചേച്ചി പ്രശ്നം? ஒரு பிரச்சனையும் இல்ல. இப்போ கேஸோட ஃப்ரெண்ட்ஸ் எல்லாம் அடிக்கடி இப்ப வந்துட்டு போயிட்டு இருக்காங்க, அதனால சொன்னது. ഒള്ളി ഗേൾ ഫ്രണ്ട്സ്. ഹരിതൊക്കെ എന്ത് ചെയ്യല്ലേ? എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുകയാണ്? സുഖം. ഇതാരാ? ചേച്ചിയുടെ മോളാണോ? മോളുടെ പേരെന്താ? കല്ലു. അമ്മ ശരിക്കും പേര് പറഞ്ഞു കൊടുക്കമ്മ. ഓ, പറഞ്ഞു കൊടുക്കാലോ. കല്യാണി ലക്ഷ്മി ബാലേന്ദ്രൻ തമ്പി സിദ്ധാർത്ഥ്. ഓ, വലിയ പേരാണല്ലോ. അച്ഛന്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ എല്ലാവരുടെയും പേരുണ്ട്. ഞാൻ പറഞ്ഞു മാമന്റെ പേരുടെ കേട്ടില്ലല്ലേ ചേച്ചി? എന്തായാലും മോളെ
ഒരുപാട് നാളുകൾക്ക് ശേഷം കൂട്ടുകാരനെ കാണാൻ വന്നല്ലോ, നന്നായി. ആഹാ, അടിപൊളി. ഇപ്പഴാ ശരിക്കും നന്നായത്. ഹായ് കേശു. ഹായ് അലീന. ഹായ് ചേച്ചി. அலீனா, நான் நேத்திக்கு கூட ஒன்னு நினைச்சேன். ഞാനും ആലോചിച്ചു, മെർലിൻ ചേച്ചി മുംബൈ പോയല്ലേ, അതുകൊണ്ട് ചേച്ചി വരുമല്ലോ. മോളെ, മോക്ക് സുഖമല്ലേ? അമ്മമ്മ സുഖം. അമ്മമ്മയ്ക്കോ? സുഖമായിട്ടിരിക്കുന്നു. കേശു, ഇതാരാ? ആരാ? ഇതാരാ കേശു? ഏ? ഇതാരാ? എടാ കേശു, പറയടാ നിന്റെ കൂട്ടുകാരിയാന്ന്. കുറച്ചും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ അമ്മൂമ്മ പറയും അമ്മൂമ്മയുടെ കൂട്ടുകാരിയാണെന്ന്. പേരെന്താ? ഹരിത. തന്റെ പേരെന്താ? അലീന. അലീന ഫ്രാൻസിസ്. അലീന ഫ്രാൻസിസ്. ആ, കേശു പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശിവാനിയുടെ ക്ലാസ്മേറ്റ്. അതെ അതെ. ഹായ്. ഹായ്. ശരി എന്നാ ഡിലേറ്റാ പറയാം. ഇങ്ങനെ ഉലാട്ടിക്കൊണ്ട് നടന്നോ? എന്ത്? ആ അലീന ഉണ്ടല്ലോ, ആ ഹരിത എടുത്ത് ഓരോന്നൊക്കെ കുത്തി കുത്തി ചോദിക്കുന്നു. എന്തൊരു കുത്തി കുത്തി ചോദിക്കാൻ കുത്തി കുത്തി ചോദിക്കാൻ എന്തിരിക്കണേ? ഞങ്ങള് ചെറിയ ഫ്രണ്ട്സ് അല്ലായിരുന്നോ? ചേച്ചിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുക. ഓ, മോൻ ഈ കൊച്ചിന്റെ അടുത്ത് എന്തെങ്കിലൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടോ? കൊറേ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, വല്ല ഐ ലവ് യുന്നോ ഐ ലൈക്ക് യുന്നോ ഐ മിസ് യുന്നോ അങ്ങനെ എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞാനാ? എടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയടാ, എന്നിട്ട് വേണം എനിക്ക് അതനുസരിച്ച് ഡീൽ ചെയ്യാൻ. പറഞ്ഞോ? നമ്മൾ ഈ ചെറുതിലെ എന്തൊരു അർത്ഥമൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളിപ്പോ വേറെ അറിയൂ എന്ന് ചോദിക്കൂല. അതേപോലെ ഐ ലവ് യു പറയണ എന്തിന്? ചേച്ചി എന്തിനാ ചേച്ചി വഴി കൂടെ പോകുന്നതിനൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നീ എന്താണ് വഴി കൂടെ പോണവരോട് ഐ ലവ് യു പറയാൻ നിൽക്കുന്നത്? റോട്ടിൽ കൂടെ ഇപ്പൊ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാ പെൺപിള്ളേരും. ചേച്ചി, കേശു ഉണ്ടോ വീട്ടില്? കേശു അവിടെ ഉണ്ടോ? കേശു ഇവിടെ ഉണ്ടോ? എന്തുവാടാ ഇത്? ഇപ്പം എന്തൊരു പറഞ്ഞപ്പോഴാണ് വിളിച്ചോണ്ട് വന്നത്? ആ, എന്റെ അടുത്ത് ലച്ചു ചേച്ചി അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ തന്നെ വിളിച്ചോണ്ട് വന്നോ? ഇല്ല, എന്റെ അടുത്ത് നിന്റെ കാര്യം ചോദിച്ചു. ഞാൻ കേശുവിനെ കൂടെ പഠിച്ചതാ, കേശുവിന്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞു എന്റെ അടുത്ത്. എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കോ കേശു വളർന്നു എന്ന്? ആ ചോദ്യത്തിൽ ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോയി. എന്നെ കൊണ്ടൊന്ന് പറയും. നിങ്ങൾ അവിടുന്ന് മുങ്ങിയല്ലേ തുടങ്ങിയത്? എനിക്ക് മനസ്സിലായി. നിങ്ങൾ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യല്ലേ അന്ന് ഏറിയനെ എങ്ങനെ ഒഴിവാക്കുമെന്ന്. നീ പോയാ വെച്ചേ? നീ പോടി, ഒളിക്കൊണ്ട് നിൽക്കണ നോക്ക്. നീ അടുക്കളയിലോട്ട് വല്ലോ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അങ്ങ് നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇവിടെ വന്ന് നിൽക്കണേ? നിങ്ങളവിടെ ചിരിച്ച് കളിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു, പിന്നെ ഞങ്ങൾ എന്തിനാ അവിടെ നിന്ന് ശല്യപ്പെടുത്തുന്നേന്ന് വിചാരിച്ചു. അലീന ചേച്ചി ഹരിത ചേച്ചി ക്ലോസ് ഫ്രണ്ട്സ് ആയല്ലേ? അതാര് പറഞ്ഞ്? ആരെങ്കിലും പറയണോ? കണ്ടറിയത്തില്ലേ? പാറു, കൂടുതൽ സുഖിപ്പിക്കല്ലേ. ഞാൻ ഒരു സത്യം പറയാം, അലീന ചേച്ചിയും കേശവനാണ് ഏറ്റവും നല്ല മാച്ച്. ആർക്കും ഏതായാലും തോന്നിയെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു മോളെ, ഇത് തന്നെ നീ മെർലിനോടും പറഞ്ഞിട്ടുണ്ടാവല്ലോ. ഇതെന്തോന്നിത്? ഓപ്പൺ ചർച്ച ചെയ്യുമ്പോ വീടിന്റെ അകത്തായ ഇവിടെ ചോദിക്കാനും പറയില്ല, ആരും ഇല്ലെന്ന് വിചാരം. അത് മെർലിനോട് വന്ന് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എല്ലാവർക്കും ഒന്നും പ്രോബ്ലം ഇല്ലല്ലേ? ഞാൻ ഇവിടെ വരണത് ചേച്ചിക്ക് ഇഷ്ടമല്ല, ഞാൻ പോട്ടെ. അയ്യ അലീന, അലീന ഇവിടെ വരുന്നോണ്ട് എനിക്ക് എന്ത് ഇഷ്ടക്കേടാ ഉള്ളേ? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ അല്ലേ യേശു? അലീന വന്നാലും നമുക്ക് എല്ലാവർക്കും സന്തോഷം. ആയി ശരി, എന്നെ അടുക്കളയിൽ നിർത്തിയിട്ട് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുകയാണോ? ഞങ്ങളിങ്ങനെ വന്നപ്പോ അങ്ങനെ അതെ, നമ്മളിങ്ങനെ വെറുതെ ഓരോന്നായിട്ട് അലീനയൊക്കെ ഇടയിൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു.
പണ്ട് കേശുവിന് എന്നെ എന്റെ ബ്രദറിനൊക്കെ എന്ത് കാര്യമാണ്. ഇപ്പൊ ഒരു മൈൻഡ് പോലും ഇല്ല. എന്തുവായിരുന്നു അങ്ങനെ പറയണ? അങ്ങനൊന്നും പറയല്ലോ കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേശുവിന് വിഷമാവും. ഞാൻ എന്തായാലും പോവാണ്. പിന്നെ നീ പണ്ട് പറഞ്ഞ പോലെ പടലത്തും പിന്നെയും കൂടി കൊണ്ടുപോവോ? കണ്ടുപോയല്ലോ. അവിടെ പറഞ്ഞ എന്താ ചെമ്പരത്തി വരിക്കും തേൻ വരിക്കും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? പിന്നെ ഇഷ്ടം പോലെ നിൽക്കല്ലേ അവിടെ. എന്നാ നീ കണ്ടോ, ഞാൻ വരുമ്പോ ആ ചെമ്പരത്തി വരിക്ക തേൻ വരിക്കയില് ബഡ് ചെയ്യും. എന്നിട്ട് ഞാനത് മുള പൊട്ടുമ്പോ എന്റെ വീട്ടിൽ വന്നിട്ട് നടും. അല്ല ഹരിത, ഈ കൃഷി സംബന്ധമായ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം? എന്റെ അച്ഛൻ കർഷകനാണോ, അപ്പൊ പാടത്തൊക്കെ ഞാനും പോവാറുണ്ട്. ഇപ്പൊ ഞാൻ അത്ര മോശമൊന്നുമല്ല. എന്താ അല്ലേ, കൃഷി, പറമ്പ്, അമ്പലം, അമ്പലക്കോളം, വിനയം, എളിമ, പമ്മി പമ്മി പമ്മിയുള്ള ഈ സംസാരം, മൊത്തത്തിൽ ഒരു ആയുർവേദ കുട്ടി. ഒന്ന് പോയിച്ചി ആയുർവേദ കുട്ടി. വീട്ടിൽ ഇത്ര ലേറ്റ് ആയ കാര്യം വിളിച്ചു പറഞ്ഞായിരുന്നു? ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. അടുത്ത തവണ കുറച്ച് നേരത്തെ പറഞ്ഞിട്ട് വരണേ. അതാകുമ്പോ കുറച്ച് നേരം ഇവിടെ എക്സ്ട്രാ നിക്കാലോ. അല്ല, നമ്മുടെ വീട്ടിലേ കുറച്ചു നേരം കൂടെ ടൈം സ്പെൻഡ് ചെയ്യാലോ എന്ന് പറഞ്ഞാ എന്ത് നിനക്ക് ഇഷ്ടല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാ ശരി, എല്ലാരും കാണാം. ലച്ചു ചേച്ചി പോയിട്ട് വാ. യേശു പോയിട്ട് മക്കളെ, പാറു, ആന്റി, അമ്മമ്മേ, എല്ലാം നന്മയുണ്ടാവും. അനിയനെ ഇറങ്ങാട്ടോ. കേശുടാ, ആ റോഡ് വരെ കൊണ്ടുവിട്. കൊണ്ടേ ആക്കടാ, നിന്റെ ഫ്രണ്ട് അല്ലേ. എന്നാ പിന്നെ ഹരിത അലീന പോകുന്നുണ്ടോ? ഞാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞ കേശു. ഇല്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ ഫോർമാലിറ്റിക്ക് ചോദിച്ചല്ലേ ചേച്ചി. എന്നാ പിന്നെ മെർലിൻ വാ, നമുക്ക് പോവാം. മെർലിനോ? ആരാ മെർലിൻ? അലീനയുടെ കസിൻ. അലീനയുടെ കസിനാ? അല്ലല്ല, മെർലിൻ ചേച്ചിയുടെ കസിനല്ലേ ഈ നിൽക്കുന്ന അലീന ചേച്ചി? രണ്ടും ഒന്നല്ലേ കൊച്ച? രണ്ടും ഒന്നാ? മെർലിൻ ചേച്ചി വഴിയല്ലേ അലീന ചേച്ചി ഇവിടെ വന്നത്? ആര് പറഞ്ഞേ? ഞാനല്ലേ ആദ്യം വന്നേ. അയ്യോ, മറന്നുപോയി. പാറുവൻ ഈയിടെയായിട്ട് മറവി കുറച്ച് കൂടുന്നുണ്ട്. ഹരിത പോവാ. ഹരിത വാ ഹരിത വാ, പോവാ. നല്ല ഐശ്വര്യമുള്ള കുട്ടി, കണ്ടാലറിയാം കുടുംബത്തിൽ പറഞ്ഞാന്ന്. അപ്പൊ പിന്നെ നമ്മളൊന്നും കുടുംബത്തെ അല്ലായിരിക്കുമല്ലേ പിറന്നത്? നമ്മൾ വല്ല കാട്ടിലോ മേടിലാണോ പിറന്നത്? സോറി, ഇപ്പൊ കുടുംബത്തിൽ പറഞ്ഞതെന്നും തറവാട്ടി പറഞ്ഞതെന്നും പറയാൻ പാടില്ലല്ലോ. കറക്റ്റ്. അമ്മു പഠിച്ച്. കനകം ബാ. நானும் போறேன். ഞാനും വരുന്നാൻറ്റി. വാ പോലാ. ഇവിടെ തന്നെ നിക്കുവാണോ? അകത്തേക്ക് വന്നില്ലേ? അല്ല ചേച്ചി പോ, ഞാൻ വരാം. രണ്ടുപേരും ആ ഗേറ്റിന് അവിടെ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. ആക്ച്വലി അവര് തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. അല്ല അങ്ങനെയല്ല, ഇന്നെ ഗുഡ് വേ ആട്ടോ പറഞ്ഞത്. ലൈക്ക് ആ കുട്ടിക്കും എന്താ കൃഷിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കേശുവിനും കൃഷിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് കൃഷിജീവികൾ. അകത്തേക്ക് പോരാ കേട്ടോ. ആ ഈ കാറ്റും പ്രകൃതിയും ഒക്കെ എന്ത് ഭംഗിയാലേ കാണാൻ. ഹരിതോ, താന് ഈ എഴുത്തും വായനയൊക്കെ ഉണ്ടോ? ചെറുതായിട്ട്. എനിക്ക് സ്റ്റേജിൽ സെക്കൻഡ് ഉണ്ടായിരുന്നു ചെറുകഥയ്ക്ക്. വീക്കിലിയിൽ വന്നിട്ടുണ്ടോന്ന് കണ്ടിട്ടില്ല? വീക്കിലൊക്കെ വന്നിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. ചിലപ്പം വായിച്ചു കാണും കേട്ടെ. പേരെന്തുവായിരുന്നു അതിന്റെ? കാറ്റ് പറഞ്ഞ കഥ. കാറ്റ് പറഞ്ഞ കഥ. കാറ്റ് പറഞ്ഞ കഥ. ആഹാ, നല്ല നല്ല ഫീലുള്ളൊരു പേര്. വെരി പോയിട്ട്. യേശു അലീന, ഞങ്ങള് ഇങ്ങനെ ഇവിടെ ഈ കവിത ഹരിത എഴുതും. ഹരിത കവിത എഴുതും. ആ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഹരിത? ഹരിതയ്ക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോ സെക്കൻഡ് പ്രൈസ് കിട്ടി ഈ സ്റ്റേറ്റ് ലെവലിലെ കവിത എഴുതലിന്.
അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? ഹരിത ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. സംഭവം അവളിപ്പോഴും ഇങ്ങനെ തന്നെ. നമുക്കൊക്കെ നമ്മൾ ഈ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ആൾക്കാരാണല്ലോ. ഉദാഹരണത്തിന് പുഴ, മരങ്ങൾ, പൂവനങ്ങൾ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയണേ. അവര് പൂന്തോട്ടം, മരം, കുരുവി, അരുവി, ആ സെറ്റപ്പാണ്. ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, തന്നെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. എങ്ങനെ ഹരിത, ഈ ചെറുതിലേ മുതലേ നമ്മളായാലും ഈ ബിസിനസിന്റെ കാര്യം, ആ കാര്യം, ഈ കാര്യം, പൈസ തട്ടിപ്പ്, ഇൻകം ടാക്സ് എങ്ങനെ വെട്ടിക്കാം, അത് ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് സ്റ്റിഫായി പോവും. ഈ പൈസയുടെ കാര്യം മാത്രമേ ആലോചിക്കുള്ളൂ. അങ്ങനെ കല്ലാകാൻ പോയതിനെ ഇപ്പൊ മാറി. എങ്ങനെ കേശുവിനെ അറിയാം? കേശുവിനെ അതെങ്ങനെ അറിയാം? കേശുവിന് അതെങ്ങനെ അറിയാം? കാരണം ഇപ്പം അലീനയുടെ തലയിലോട്ട് കുറച്ച് കിളിയൊക്കെ പറഞ്ഞുണ്ട്. തലേ കിളി എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച ഞാൻ കിളിയല്ല. നമ്മൾ ഈ മനസ്സിലേക്ക് കിളികൾ, മരങ്ങൾ, വൃക്ഷങ്ങൾ, പ്രകൃതി സൗന്ദര്യം ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുക എന്ന് പറയില്ലേ, അതേപോലെ അലീനയുടെ ഉള്ളിലേക്ക് പ്രകൃതി സൗന്ദര്യം ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്ക് എന്ത് പറ്റി? എന്താ പോലെ കേശു എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞു വരുന്നതോ, അത് ഇപ്പം ഹരിത സംഭവേ, അതായത് അലീനയുടെ മനസ്സ് ശൂന്യമാണ്. ശൂന്യം എന്ന് പറഞ്ഞാൽ ശുദ്ധം, നിഷ്കളങ്കരമായ മനസ്സ്. അപ്പോൾ ആ മനസ്സിലോട്ട് വേണം നമ്മൾ ഈ പ്രകൃതി സൗന്ദര്യവും ഈ കിളികളുടെ കളകളാരവും ഒക്കെ ഇങ്ങനെ അത് തന്നെ പ്രകൃതി സൗന്ദര്യത്തിന്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കണേ. തിരിഞ്ഞു നോക്കണോ? തിരിഞ്ഞു നോക്കിട്ട് ഇവിടെ എന്ത് വിധീത് വല്ലാത്ത ചതിയത് പുറത്തെന്റെ പിന്നീന്നൊരടിയത്. നീ എപ്പോ ഒന്ന്? ഞാൻ രാവിലെ വന്നു. ഓ, ഇതാരാന്ന് നിന്നോട് ചോദിക്കണ, ഇതാരാന്ന്? എന്ത് വിധീത് എടാ പുറത്തെന്റെ പിന്നീന്നൊരടിയത്. കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. ഇരുട്ടാണ് അതിനകത്തിരിപ്പാണ്. കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.